Hello guys, welcome back to Cricket Talks with Kiran. Lucknow Super Giants vs Delhi Capitals. ഇന്ന് ലക്നൌവിലെ ഏകന സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്ന മത്സരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ 3 സീസണുകളിൽ LSGയെ നയിച്ച KL രാഹുൽ ആദ്യമായി അവർക്കെതിരെ മത്സരിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ സീസണിൽ സൺറൈസേഴ്സുമായിട്ടുള്ള മത്സരത്തിന് ശേഷം LSGയുടെ ഓണർ സഞ്ജീവ് ഗോയങ്ക KL രാഹുലിനെ ശകാരിക്കുന്ന തരത്തിലുള്ള വീഡിയോകളൊക്കെ പുറത്തു വന്നിരുന്നു. അതോടെ വരുന്ന സീസണിൽ LSG KL രാഹുലിനെ നിലനിർത്താൻ സാധ്യതയില്ലെന്ന് നമുക്ക് അന്ന് തന്നെ മനസ്സിലായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ LSG KL രാഹുലിനെ റീറ്റെയിൻ ചെയ്തില്ല. രാഹുൽ ഡൽഹി ക്യാപിറ്റൽസിൽ എത്തുകയും ചെയ്തു. സത്യത്തിൽ ഈ ഡൽഹി ക്യാപിറ്റൽസും ലക്നൗ സൂപ്പർ ജയൻസും തമ്മിൽ നടന്ന ആദ്യത്തെ മത്സരത്തിൽ KL രാഹുൽ എത്തേണ്ടതായിരുന്നു. എന്നാൽ തന്റെ കുഞ്ഞിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് രാഹുൽ ആ മത്സരത്തിൽ വിട്ടുനിന്നതിനാൽ ഈ ഒരു ഫേസ് ഓഫ് അന്നുണ്ടായില്ല. അപ്പോൾ പന്ത് രാഹുൽ ഫേസ് ഓഫ് ആണ് നമ്മൾ ഇന്നത്തെ മത്സരത്തിൽ കാണാൻ പോകുന്നത്. ഇനി നമ്മൾ ഈ സീസണിലെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഡൽഹി ക്യാപിറ്റൽസ് 7ൽ 5 മത്സരങ്ങളും വിജയിച്ച് പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്താണ്. ലക്നൗ സൂപ്പർ ജയൻസ് ആവട്ടെ 8 കളികളിൽ നിന്ന് 5 മത്സരങ്ങൾ ജയിച്ച് 5ാം സ്ഥാനത്താണ്. അപ്പോൾ 2 ടീമുകളും 5 മത്സരങ്ങൾ വീതം ജയിച്ചിട്ടുണ്ട്. എന്നാൽ ഡൽഹി ക്യാപിറ്റൽസ് ഒരു കളി കുറച്ചാണ് കളിച്ചത്. ഇനി റീസെന്റ് ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ LSG രാജസ്ഥാൻ റോയൽസുമായിട്ടുള്ളൊരു ത്രില്ലർ മാച്ച് ജയിച്ചതിന് ശേഷമാണ് ഈ മത്സരത്തിലേക്ക് വരുന്നത്. സത്യം പറഞ്ഞാൽ LSG ആ മത്സരം തോൽക്കേണ്ടതായിരുന്നു. രാജസ്ഥാൻ റോയൽസ് പടിക്കൽ കൊണ്ട് കലവടച്ചതാണ്. അതായത് അവസാന ഓവറിൽ 6 പന്തിൽ നിന്ന് വെറും 9 റൺസ് വേണം. അവർ റീറ്റെയിൻ ചെയ്ത 2 പ്ലേയേഴ്സ് മിഡിലുണ്ട്. എന്നിട്ട് അവർ ആ ചേസ് ബോട്ടിൽ ചെയ്തു. ആവേശ് ഖാൻ നന്നായിട്ട് യോർക്കറുകൾ എക്സിക്യൂട്ട് ചെയ്യുകയും അവർക്കൊരു ബൗണ്ടറി പോലും കണ്ടെത്താനാവാതെ 2 റൺസിന്റെ തോൽവി രാജസ്ഥാൻ റോയൽസ് വഴങ്ങുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ സീസണിൽ 5ാം ജയം LSGക്കായി. ഇനി ഡൽഹി ക്യാപിറ്റൽസിന്റെ കാര്യം പറഞ്ഞാൽ GTയോടെ ഒരു തോൽവിക്ക് ശേഷമാണ് അവർ ഈ മത്സരത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ അഹമ്മദാബാദിൽ നടന്ന മത്സരത്തിൽ 203 പോലൊരു കൂറ്റൻ സ്കോർ ഇവർ പോസ്റ്റ് ചെയ്തതാണ് ഡൽഹി ക്യാപിറ്റൽസ്. എന്നാൽ ആ സ്കോർ അനായാസം നമ്മുടെ ജോസ് ബട്ട്ലറിന്റെ മികച്ച ഇന്നിംഗ്സിന്റെ മികവിൽ നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസ് അത് ചേസ് ചെയ്തു. അപ്പോൾ ആ ഒരു തോൽവിക്ക് ശേഷമാണ് വീണ്ടും ഒരു വിജയ വഴിയിലേക്ക് തിരിച്ചെത്താനായിട്ട് ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌവിലേക്ക് എത്തുന്നത്. നമുക്ക് ആദ്യം ലക്നൗ സൂപ്പർ ജയൻസ് ടീമിലേക്ക് പോകാം. ഇപ്പോൾ അവരുടെ ബാറ്റേഴ്സിൽ ഇപ്പോൾ നമ്മൾ ഈ സീസണിലെ ടോപ്പ് റൺ ഗെറ്റേഴ്സ് നോക്കിയാൽ 2 പേര് LSGയിൽ നിന്നാണ്. ഒന്ന് നിക്കോളാസ് പുറാൻ, പിന്നെ അതുപോലെ തന്നെ മിച്ചൽ മാർഷ്. ഇരുവരും നല്ല ഫോമിലാണ്. അതുപോലെ എയ്ഡൻ മാർക്രോവും തന്റേതായ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ടോപ്പ് 3 സോൾഡ് ആണ്. പിന്നെ ഇങ്ങനെ ഒരു ലോങ് ടൂർണമെന്റിൽ അവിടെ ഇവിടെയൊക്കെ ഫെയിലിയേഴ്സ് ഉണ്ടാവുമെങ്കിലും ഈ ഒരു ടോപ്പ് 3 സോൾഡ് ആണ്. നിക്കോളാസ് പുറാൻ എന്ന് പറഞ്ഞാൽ സ്ട്രൈക്ക് റേറ്റ് നമുക്കറിയാം. ഇപ്പോൾ കളിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്ന പ്ലെയർ നമ്മുടെ നിക്കോളാസ് പുറാൻ ആണ്. മിക്കവാറുള്ള മത്സരങ്ങളിലെല്ലാം 200+ സ്ട്രൈക്ക് റേറ്റിലാണ് പുറാൻ കളിക്കുന്നത്. ഇനി ഇവരുടെ ടീമിൽ ഫോം ഔട്ട് ആയിട്ടുള്ള ഒരു താരം എന്ന് പറഞ്ഞാൽ അവരുടെ ക്യാപ്റ്റൻ തന്നെയാണ് ഋഷഭ് പന്ത്. അപ്പോൾ ഒരു hefty പ്രൈസ് ടാഗിന്റെ വെയിറ്റ് ഉണ്ട്. ഇതേവരുടെ 7 മത്സരങ്ങളിൽ നിന്നും പന്ത് 106 റൺസ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിൽ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് ആയിട്ടുള്ള ഒരു 50 വരും. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെയും കാര്യം കഷ്ടമാണ്. അപ്പോൾ തന്റേതായ ഒരു ടച്ചിലെത്താൻ പന്തിന് ഇതേവരെ കഴിഞ്ഞിട്ടില്ല. ആ മത്സരത്തിലും സ്ട്രഗിൾ ചെയ്യുകയായിരുന്നു. പിന്നെ അവസാനം പേഴ്സേഴ്സിന് കുറച്ച് ബൗണ്ടറികൾ അടിച്ചിട്ടാണ് ആ ഒരു 50 കണ്ടെത്തിയത്. അപ്പോൾ ഒരു ഡീസന്റ് എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ പന്തിന്റെ ഒരു ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രഗിൾ ചെയ്ത് ഒരു വിധത്തിൽ കരകയറിയ ഒരു ഇന്നിംഗ്സ് എന്ന് നമുക്ക് ആ ഇന്നിംഗ്സിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. ബാക്കി ഒരു ഇന്നിംഗ്സിലും കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ പന്തിന്റെ ഒരു ഫോമാണ് ഇവിടെ പ്രശ്നമായിട്ട് വരുന്നത്. അതുപോലെ ഇവർക്ക് ആ ഒരു ഫിനിഷിംഗിൽ ആ ഒരു ഇമ്പച്ചസ് നൽകുന്നത് അബ്ദുൾ സമദാണ്. ഇപ്പോൾ അബ്ദുൾ സമദിന്റെ ടാലി നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫിനിഷറായിട്ട് ഇറങ്ങിയിട്ടും പന്തിനേക്കാൾ കൂടുതൽ റൺസ് ഈ സീസണിൽ സമദിനുണ്ട്. സമദ് ഈ സീസണിൽ 111 റൺസാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. ആ ഒരു സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ 222 ആണ്. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസുമായിട്ടുള്ള മത്സരത്തിൽ അവർ 160 താഴെ ഒതുങ്ങേണ്ടതായിരുന്നു. സന്ദീപ് ശർമ്മ ഓവറിൽ 4 സിക്സറുകളാണ് നമ്മുടെ അബ്ദുൾ സമദ് അടിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അവർ കോമ്പറ്റീറ്റീവ് ടോട്ടൽ എത്തിയതും ആ മത്സരം അവർ വിജയിച്ചതും. ഇനി ബോളിംഗിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഒരു ഇഞ്ചുറി റിഡൻ ആയിട്ടുള്ള ഒരു ടീം ആയിരുന്നു. മൗസിൻ ഖാൻ റൂൾഡ് ഔട്ടായി ഷർദുൽ താക്കൂർ വന്നു. പിന്നീട് ആകാശ് ദീപ് ആവേശ് ഖാനും ഒക്കെ തിരിച്ചു വന്നു. അപ്പോൾ ആവേശ് ഖാൻ കഴിഞ്ഞ മത്സരത്തിൽ നന്നായിട്ടാണ് ബോൾ ചെയ്തത്. പിന്നീട് പ്രിൻസ് യാദവ് എന്നൊരു പ്ലെയർ, ഒരു യങ് പ്ലെയർ ടീമിലുണ്ട്. അപ്പം പ്രിൻസും നന്നായിട്ട് തന്നെയാണ് ബോൾ ചെയ്തത്. ഇനി ഒരു പ്രധാനപ്പെട്ട ടീം ന്യൂസ് ഉള്ളത്, മയങ്ക് യാദവ് കഴിഞ്ഞ മത്സരത്തിന് മുമ്പ് ടീമിൽ ജോയിൻ ചെയ്തിരുന്നു. ഇപ്പോൾ മാച്ച് ഫിറ്റ് ആണോ എന്നറിയില്ല. അപ്പോൾ മാച്ച് ഫിറ്റ് ആണെങ്കിൽ മയങ്ക് യാദവ് തീർച്ചയായും ടീമിലേക്ക് വരും. ഇപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ ഒരു 150+ സ്പീഡ് കൺസിസ്റ്റന്റ് ആയിട്ട് ക്ലോക്ക് ചെയ്ത താരമാണ് മയങ്ക് യാദവ്. അപ്പോൾ മയങ്ക് യാദവ് തിരികെ ടീമിലെത്തുന്നത് അവരുടെ കോൺഫിഡൻസ് ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യും. പക്ഷേ ഈ മത്സരത്തിൽ മാച്ച് ഫിറ്റ് ആണോ എന്ന് അറിയില്ല. ആണെങ്കിൽ തീർച്ചയായും മയങ്ക് യാദവ് ടീമിലെത്തും. പിന്നെ ഈ സീസണിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്ത 2 യുവതാരങ്ങൾ ഈ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ LSGയുടെ കാര്യം സംസാരിക്കുന്നതുകൊണ്ട് ഈ സൈഡിൽ നിന്നും ദിഗ്വേഷ് രതി. ഇപ്പോൾ രവി ബിഷ്ണോയ് ആദ്യത്തെ കുറച്ച് മത്സരങ്ങളിൽ ഫോം ഔട്ട് ആയിരുന്നു. ആ മത്സരങ്ങളിൽ ഇവരുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റിനെ നിയന്ത്രിച്ചത് ദിഗ്വേഷ് രതിയാണ്. നല്ല ഫോമിലാണ്. ഇപ്പോൾ ബിഷ്ണോയും പതുക്കെ ആ ഒരു ഫോമിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ബോളിംഗ് ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ്, എന്നാൽ വലിയ തലവേദനകളില്ല. പിന്നെ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഷർദുൽ താക്കൂർ വിക്കറ്റ് എടുക്കുന്നുണ്ട്. അതായത് പ്രോപ്പർ ആയിട്ട് വിക്കറ്റുകൾ എടുക്കുന്നുണ്ടെങ്കിലും കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഈ സീസണിൽ ഒരു 25 ഓവർ മിനിമം എറിഞ്ഞവരിൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ബോളർ ഷർദുൽ താക്കൂർ ആണ്. അപ്പോൾ ഷർദുൽ താക്കൂർ എക്സ്പെൻസീവ് ആവുന്നത് ശരിയൊരു കൺസേൺ ആണ്. എന്നാലും വിക്കറ്റ് എടുക്കുന്നുണ്ട്. അപ്പം ഇൻ ടോട്ടൽ നോക്കിയാൽ ഇവർക്ക് അങ്ങനെ തലപോക്കേണ്ടതായിട്ടുള്ള വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ പന്തിന്റെ ഫോമും അതുപോലെ തന്നെ ഇവിടെ ഷർദുൽ താക്കൂർ കൂടുതൽ എക്സ്പെൻസീവ് ആവുന്നതും അങ്ങനെ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. ഇനി ഡൽഹി ക്യാപിറ്റൽസിന്റെ സൈഡിലേക്ക് വന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ അവർ ചേഞ്ചസ് കൊണ്ടുവന്നു. അതായത് ഫോമിലല്ലായിരുന്ന മഗ്ഗർക്ക് ടീമിൽ നിന്ന് മാറി പകരം കരുൺ നായരെ ഓപ്പണിംഗ് കൊണ്ടുവന്നു. എന്നിട്ട് ഡൊണോവൻ ഫെരേറെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് അവർ യൂസ് ചെയ്തു. പക്ഷേ ഫെരേറെ മത്സരത്തിൽ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയില്ല. കരുൺ കുഴപ്പമില്ലായിരുന്നു. തുടക്കത്തിൽ ചില ഷോട്ട്സ് കളിച്ചു.
അപ്പോൾ ഈ മത്സരത്തിൽ ഫാഫ് ഫുള്ളി ഫിറ്റ് ആണോ എന്ന് അറിയില്ല. ഫാഫ് ഫുള്ളി ഫിറ്റ് ആണെങ്കിൽ ഡൊണോവൻ ഫെരേരയ്ക്ക് പകരം ഫാഫ് തിരികെ ടീമിലെത്തുകയും ഫാഫ് തന്നെ ഓപ്പൺ ചെയ്യുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ കരുൺ നായർ 1 ഡൗണിലേക്ക് മാറും. അപ്പോൾ ആ ഒരു ചേഞ്ചിന് അവിടെ സാധ്യത കാണുന്നുണ്ട്. പിന്നെ അവരുടെ ബാറ്റിംഗ് ഓർഡറിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ അഭിഷേക് പൗറിലായാലും കഴിഞ്ഞ മത്സരത്തിൽ നല്ലൊരു സ്റ്റാർട്ട് നൽകി. ഒരു എക്സ്ട്രാ ഓർഡിനറി ഇന്നിംഗ്സ് ഒന്നും കളിക്കുന്നില്ലെങ്കിലും ഡീസന്റ് സ്റ്റാർട്ട്സ് അഭിഷേക് പൗറിൽ നിന്നും ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു റിവേഴ്സ് ഫിക്സ്ചറിൽ, അതായത് നമ്മുടെ ഡൽഹി ക്യാപിറ്റൽസും LSGയും ഈ സീസണിൽ ആദ്യം ഏറ്റുമുട്ടിയപ്പോൾ LSG ജയിക്കേണ്ട മത്സരമായിരുന്നു. അപ്പോൾ ആ ഒരു തോൽവിയുടെ അറ്റത്ത് നിന്ന് ഇവരെ രക്ഷിച്ചുകൊണ്ട് വന്നത് നമ്മുടെ അശുതോഷ് ശർമ്മയാണ്. അതിനൊരു തിരി കൊളുത്തിയത് വിപ്രശ്നകമാണെങ്കിലും പിന്നീട് അങ്ങോട്ട് അത് ഏറ്റെടുത്ത് ആ മത്സരം വിജയിപ്പിച്ചത് അശുതോഷ് ശർമ്മയാണ്. അപ്പോൾ അശുതോഷും ഇവർക്ക് വേണ്ടി ഡീസന്റ് നോക്സ് ഈ സീസണിൽ കളിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ദിഗ്വേഷിന്റെ കാര്യം പറഞ്ഞു, ഈ സീസണിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 2 യങ് പ്ലേയേഴ്സ് ഏറ്റുമുട്ടുന്ന മത്സരമാണെന്ന്. അതിൽ ഒരാൾ നമ്മുടെ ഡൽഹി ക്യാപിറ്റൽ സൈഡിലാണ് വിപ്രജ് നിഗം. ബാറ്റ് കൊണ്ടായാലും ബോൾ കൊണ്ടായാലും നല്ല പെർഫോമൻസ് ആണ്. ഇപ്പോൾ ബോളിംഗ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ദിഗ്വേഷ് സദിയും വിപ്രജ് സിംഗും ഏകദേശം ഒരേ രീതിയിലാണ്. ഇക്കോണമി റേറ്റ് ആയാലും എല്ലാം ഏകദേശം ഒരേ രീതിയിൽ ബോൾ ചെയ്ത് പോകുന്ന താരങ്ങളാണ്. കുൽദീപ് യാദവ് നല്ല ഫോമിലാണ് ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ. അപ്പോൾ നമ്മുടെ GT 200+ സ്കോർ ചേസ് ചെയ്ത മത്സരത്തിലും 4 ഓവറിൽ 30 റൺസ് മാത്രമേ കൊടുത്തുള്ളൂ. ഈ സീസണിൽ മിക്കവാറുള്ള മത്സരങ്ങളിലെല്ലാം അറൗണ്ട് 6 ആണ് നമ്മുടെ കുൽദീപ് യാദവിന്റെ ഇക്കോണമി എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു കൺസേൺ എന്ന് പറയുന്നത്, ബോളിംഗിൽ ഒരു കൺസേൺ എന്ന് പറയുന്നത് മിച്ചൽ സ്റ്റാർക്ക് വീണ്ടും എക്സ്പെൻസീവ് ആയി തുടങ്ങി. ഇപ്പോൾ ഞാൻ ഷർദുൽ താക്കൂറിന്റെ കാര്യം സംസാരിച്ചപ്പോൾ ഈ സീസണിൽ മിനിമം 25 ഓവർ എറിഞ്ഞതിൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് താക്കൂറാണെന്ന് പറഞ്ഞു. അതിൽ 2ാം സ്ഥാനത്തുള്ളത് മിച്ചൽ സ്റ്റാർക്കാണ്. അതായത് 25 ഓവർ എറിഞ്ഞവരിൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയ താരങ്ങൾ ഇവരുടെ സൈഡുകളിലുണ്ട്. ഒരു സൈഡിൽ ഷർദുൽ താക്കൂറും ഒരു സൈഡിൽ മിച്ചൽ സ്റ്റാർക്കും. മിച്ചൽ സ്റ്റാർക്ക് ആദ്യത്തെ 2 മത്സരങ്ങളിൽ നിന്ന് 8 വിക്കറ്റ് ഇട്ടു. പിന്നീടുള്ള 5 മത്സരങ്ങളിൽ നിന്ന് 2 വിക്കറ്റാണ് ഇട്ടത്. പക്ഷേ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, വിക്കറ്റുകൾ ഇട്ടില്ലെങ്കിലും രാജസ്ഥാനുമായിട്ടുള്ള മത്സരത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സ്റ്റാർക്കിനായി. അപ്പോൾ ആ ഒരു ഡെത്ത് ഓവേഴ്സിൽ ആ ഒരു റിവേഴ്സ് സ്വിംഗിങ് യോർക്കേഴ്സ് എറിഞ്ഞിട്ട് രാജസ്ഥാനെ ആ മത്സരത്തിൽ തോൽപ്പിക്കാൻ ഇവരെ ഡൽഹിയെ സഹായിച്ചത് നമ്മുടെ മിച്ചൽ സ്റ്റാർക്കിന്റെ ബോളിംഗ് ആണ്. അത് നമ്മളിപ്പം സ്റ്റാർക്ക് എക്സ്പെൻസീവ് ആണെന്ന് പറയുമ്പോഴും നമ്മൾ ആ ഒരു കോൺട്രിബ്യൂഷൻ എടുത്ത് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇവരുടെ സൈഡിലും ചെറിയ ചില പ്രശ്നങ്ങളേ ഉള്ളൂ. കഴിഞ്ഞ മത്സരത്തിൽ മോഹിത് ശർമ്മ എക്സ്പെൻസീവ് ആയിരുന്നു. പിന്നെ ഇവരുടെ ബെഞ്ചിൽ നടരാജനുണ്ട്, പക്ഷേ ഫുള്ളി ഫിറ്റ് ആയിട്ടില്ല. നടരാജൻ ഫിറ്റ് ആവുകയാണെങ്കിൽ മോഹിത് ശർമ്മയ്ക്ക് അവർ യൂസ് ചെയ്യും. ഇപ്പോൾ ഫാഫ് ആയാലും നടരാജനായാലും ഈ മത്സരത്തിൽ ഫുള്ളി ഫിറ്റ് ആയിട്ട് വരുമോ എന്നുള്ള കാര്യം അറിയില്ല, നമുക്ക് കണ്ടറിയണം. ഇനി പിച്ചിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ലക്നൗ ഏകന സ്റ്റേഡിയത്തിലാണ് മത്സരം. ഈ മത്സരത്തിൽ ഒരു റെഡ് സോയിൽ പിച്ചായിരിക്കും ഉപയോഗിക്കുക. അതായത് നമ്മുടെ പഞ്ചാബുമായിട്ടുള്ള മത്സരത്തിൽ യൂസ് ചെയ്ത റെഡ് സോയിൽ പിച്ചായിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ അന്നത്തെ മത്സരത്തിൽ നമ്മുടെ ലക്നൗ 171 റൺസ് എടുക്കുകയും നമ്മുടെ പഞ്ചാബ് 16.2 ഓവറിൽ അത് ചേസ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ മത്സരത്തിന് ശേഷം സഹീർ ഖാൻ പ്രതികരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പിച്ച് ഉണ്ടാക്കിയത് പഞ്ചാബിന്റെ ക്യൂറേറ്റർ ആണെന്നാണ് എനിക്ക് തോന്നുന്നതെന്നാണ് സഹീർ ഖാൻ തുറന്നടിച്ചത്. അപ്പോൾ ആ ഒരു പിച്ചിനെതിരെ സഹീർ ഖാൻ പരസ്യമായിട്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇപ്പോൾ ആ ഒരു പിച്ചിൽ തന്നെയാണ് മത്സരം നടക്കുന്നത്. റെഡ് സോയിൽ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് സോയിൽ പിച്ചിനെ അപേക്ഷിച്ച് സ്ട്രോക്ക് മേക്കിങ്ങിന് കുറച്ചുകൂടി പിന്തുണ നൽകുന്ന പിച്ചാണ്. അപ്പോൾ 2 സൈഡിലും നമുക്കറിയാലോ അത്യാവശ്യം നല്ല ബിഗ് ഹിറ്റേഴ്സ് ഉണ്ട്, നല്ല സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ഉള്ളപ്പോൾ ഇപ്പോൾ റെഡ് സോയിൽ പിച്ച് ആണെങ്കിൽ ഒരു ഹൈ സ്കോറിംഗ് അഫെയർ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള സ്റ്റേഡിയങ്ങളെ പോലൊരു 220 ഒന്നും വരില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരാൻ ചാൻസ് കുറവാണ്, ലോങ് ബൗണ്ടറി ഡയമെൻഷൻസ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്രയും ഒരു സ്കോർ വരില്ലെങ്കിലും റെഡ് സോയിൽ പിച്ച് ആയതുകൊണ്ട് ഒരു ഹൈ സ്കോറിംഗ് ഗെയിം നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഈ 2 സൈഡിലെ ഒരു ബാറ്റിംഗ് യൂണിറ്റിനെയും കൂടെ കണക്കിലെടുക്കുമ്പോൾ. അതുപോലെ തന്നെ സ്പിന്നേഴ്സിന് കുറച്ച് ഹെൽപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ദിഗ്വേഷ് സദി ആയാലും വിപ്രജ് നിഗം ആയാലും കുൽദീപ് യാദവ് ആയാലും അക്ഷർ പട്ടേൽ ആയാലും അതുപോലെ തന്നെ നമ്മുടെ രവി ബിഷ്ണു ആയാലും അവർക്കൊരു റോൾ തീർച്ചയായിട്ടും ഉണ്ടാവും. സ്പിന്നിനെ എയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബൗണ്ടറി ഡയമെൻഷൻസ് കൂടെ ആകുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഒരു ഈ മത്സരത്തിൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് പിച്ചിന്റെ കാര്യങ്ങൾ. ഇനി പ്രഡിക്റ്റഡ് പ്ലേയിങ് ടൂളിന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഫാഫ് ഡുപ്ലസി നെറ്റ്സിൽ ബാറ്റ് ചെയ്തു, പക്ഷേ ഫുള്ളി മാച്ച് ഫിറ്റ് ആണോ എന്ന് അറിയില്ല. അങ്ങനെ ഫിറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഡൊണോവൻ ഫെരേരയ്ക്ക് പകരം ഫാഫ് വരും, ഫാഫ് ഓപ്പണിംഗിൽ വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ കരുൺ നായർ 1 ഡൗണിലേക്ക് മാറും. പിന്നെ നമ്മുടെ നടരാജന്റെ കാര്യം ഉറപ്പില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒരു സാധ്യത പറഞ്ഞു എന്നേ ഉള്ളൂ, അത് ഉറപ്പുള്ള കാര്യമല്ല. നടരാജൻ ഉണ്ടെങ്കിൽ നടരാജൻ മോഹിത് ശർമ്മയ്ക്ക് പകരം വരേണ്ടതാണ്, പക്ഷേ ചാൻസ് തീരെ കുറവാണ്. ഇനി നമുക്ക് LSGയുടെ കാര്യം, ഹോം സൈഡിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മായങ്ക് യാദവിന്റെ ഇൻക്ലൂഷൻ ആണ് ഇവിടെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഓൾറെഡി ടീമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ മത്സരം മാച്ച് ഫിറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും മായങ്ക് യാദവ് ടീമിലേക്ക് വരും. അവർ റീറ്റെയിൻ ചെയ്തൊരു പ്ലെയർ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും മായങ്ക് യാദവ് ടീമിലേക്ക് വരുന്നതായിരിക്കും. ഇനി ഫിറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിലെ പ്രിൻസ് യാദവ് തന്നെയായിരിക്കും ഇവർക്ക് വേണ്ടി ബോൾ ചെയ്യുക. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ: ലക്നൗ സൂപ്പർ ജയൻസ് നിരയിൽ നിന്ന് ഋഷഭ് പന്ത്, അതുപോലെ ഡൽഹി ക്യാപിറ്റൽസിൽ നിന്ന് KL രാഹുൽ. ഇവരുടെ പേര് ഞാൻ പറഞ്ഞതിന്റെ റീസൺ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ഇപ്പോൾ ഇരുവരും ക്രീസിൽ എത്തുന്നത് കഴിഞ്ഞ സീസണുകൾ തങ്ങൾ നയിച്ച ടീമിനെതിരെയാണ്. ഇപ്പോൾ രാഹുലിന്റെ കാര്യം പറഞ്ഞാൽ രാഹുൽ അന്നത്തെ മത്സരത്തിൽ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഇത് LSGക്കെതിരെയുള്ള ആദ്യ മത്സരമാണ്. അപ്പോൾ DCക്ക് വേണ്ടി എങ്ങനെ രാഹുൽ പെർഫോം ചെയ്യുന്നു എന്നത് ഞാൻ കാത്തിരിക്കുന്ന കാര്യമാണ്. പിന്നെ പന്തിന്റെ കാര്യം പറഞ്ഞാൽ പന്ത് ഇതുവരെ ഫോം ആയിട്ടില്ല. ആ ചെന്നൈക്കെതിരെ എടുത്ത ഒരു അർദ്ധ സെഞ്ചുറി മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ മത്സരങ്ങളിലും ഫെയിലിയർ ആയിരുന്നു. അപ്പോൾ തൻ്റെ പഴയ ടീമിനെതിരെ ഒരു മികച്ച ഫോമിലേക്ക് തിരികെ എത്താൻ കഴിയുമെന്നും ഞാൻ കാത്തിരിക്കുന്ന കാര്യമാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ മത്സരത്തിൽ വിജയിക്കുക ആരാവും? ലക്നൗ സൂപ്പർ ജയൻസോ അതോ ഡൽഹി ക്യാപിറ്റൽസോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.